ഈ സൈബർ ആക്രമണവും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആളുകൾ എന്തിനാ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ BJPക്ക് എതിരെ ഉള്ള ശക്തമായ പാർട്ടികളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാം, BJP വിരുദ്ധരായ വോട്ടർമാർ. ഓക്കെ, കേരളത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിന് ആളുകൾ, അതായത് CPM-നില്ലാത്ത LDF കക്ഷികൾക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേകത കോൺഗ്രസിനുള്ളതുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസിന് ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ടാവുക. എന്താ പ്രത്യേകത? ആ പ്രത്യേകത എന്ന് വെച്ചാൽ അവരൊട്ടും വയലൻ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് വയലൻസ് അവർ കാണിച്ചിട്ടില്ല എന്നുള്ളതല്ല, അവരുടെ പെരുമാറ്റത്തിൽ ഇപ്പോൾ നമ്മൾ എന്താണ് കഞ്ഞിക്കുഴി സതീശൻ എന്നൊക്കെ വിളിക്കുമെങ്കിൽ പോലും ഈ എന്താണ് അവരെക്കുറിച്ചുള്ള അവരുടെ നേതാക്കൾ, അവരുടെ പ്രവർത്തകരെ പറ്റിയുള്ളൊരു പൊതുജനങ്ങൾക്കുള്ളൊരു ധാരണ എന്താണെന്ന് പറഞ്ഞാൽ അവരെ ആർക്കും അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന പ്രോക്സിമിറ്റി ഉള്ള ആളുകളാണ്. എത്ര താഴെ കടയിലുള്ള ഒരാൾക്കും ഒരു പാർട്ടി കത്തില്ലാതെ എത്ര ഉന്നതനെയും പോയി കാണാം. അപ്പോൾ ഉമ്മൻചാണ്ടി ഉദാഹരണം. അപ്പോൾ അവരുടെ പ്രവർത്തകർ വെച്ചാൽ അവർ ജനങ്ങൾക്കിടയിലുണ്ട്, ആർക്കും അപ്രോച്ച് ചെയ്യാവുന്ന ആളുകളാണ്, ഒട്ടും വയലൻ്റ് അല്ല, കുറച്ച് സഹിഷ്ണുതയുണ്ട്. അതായത് ഒരു ഐഡിയോളജിക്കലി എന്താ പറയുക ചാർജായി നിൽക്കുന്ന മനുഷ്യന്മാരല്ല കോൺഗ്രസ്സുകാർ. അവരുടെ ഏതോ ഒരു ഐഡിയോളജി, അവരുടെ ഐഡിയോളജിക്കൽ ശത്രുവിനെ തറ പറ്റിക്കുക അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എന്താണ് പറയുക, വേറൊരു ഐഡിയോളജിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് ഒരാൾ വന്നാൽ പോലും അതിലേക്ക് വളരെ പെട്ടെന്ന് ലയിച്ച് ചേരും. ഇപ്പോൾ ഉദാഹരണത്തിന് സന്ദീപ് വാര്യർ, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് ഒരു എന്താണ് വെള്ളം പോലെ കിടക്കുന്ന ഒരു സാധനമാണ്. ആരെയും ആവാഹിക്കുന്ന, ആരുടെ അടുത്തും ആർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ സഹിഷ്ണുതയുള്ള, അങ്ങനെ ചീത്തയും വിളിയൊന്നും ഇല്ലാത്ത ആളുകളായിട്ടാണ് പൊതുവെ അതിൻ്റെ ഒരു പ്രതിച്ഛായ അങ്ങനെയാണ് കോൺഗ്രസിനെ പറ്റി. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതോടുകൂടി ഇപ്പം നമ്മൾ നോക്കുക 2020 മുമ്പ് ചാനൽ ചർച്ചകൾ ശ്രദ്ധിക്കുക. കോൺഗ്രസിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ എന്തെങ്കിലും ഒരു കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ, പാർട്ടി ഇങ്ങനെ കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ അവർ തല കുനിഞ്ഞു പോവുകയും ശബ്ദം താഴുകയും അവർ ആകെ എന്താണ് പറയുക ലജ്ജാലുക്കളാവുകയും പതറിപ്പോവുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാൻ. അങ്ങനെയാണ് അവരുടെ കോൺഗ്രസിൻ്റെ വക്താക്കൾ അങ്ങനെയാണ്. പ്രത്യേകിച്ചും എസ്പെഷ്യലി സോളാർ കേസിലൊക്കെ കോൺഗ്രസ്സുകാർ വന്നിരുന്ന് വേർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനൊരു മറുവശം ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ കുറച്ച് ചെറുപ്പക്കാർ എന്താണ് ചാനൽ ചർച്ചകളിൽ വന്നിട്ട് CPM-നെ തിരിച്ചറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അതുവരെ എല്ലാ അറ്റാക്കും ഇവരെ ഏറ്റുകൊണ്ടിരിക്കുക. ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു ചർച്ചയാണെങ്കിൽ പോലും കോൺഗ്രസ്സുകാർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. പക്ഷേ ഇതെന്താണ്, കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ അണികൾക്കിടയിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ അണികൾക്കിടയിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കി. വലിയ ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, ആ തലമുറയിൽ വന്ന എല്ലാ ഈ എന്താണ് പറയുക കോൺഗ്രസ് വക്താക്കളും അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായി. അതൊരു കോൺഗ്രസിൻ്റെ ശൈലിയല്ല യഥാർത്ഥത്തിൽ. CPM-നെ കടന്നാക്രമിക്കുന്ന, പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന ശൈലി ഒരിക്കലും കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അണികൾക്കുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതല്ല, അത് സോഷ്യൽ മീഡിയയിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അപ്പോഴും കോൺഗ്രസിൻ്റെ കടന്നലുകൾ, അതായത് ഇപ്പോൾ കടന്നലുകളെന്ന് വിളിക്കുന്നത് ഈ പാർട്ടിയുടെ ആളുകളെയാണല്ലോ. CPM-നാണ് അതിൻ്റെ ഏറ്റവും പഴിയുള്ളത്, CPM-നാണ് കടന്നലുകൾ എന്ന ആക്ഷേപം കൂടുതലുള്ളത്. പക്ഷേ CPM-ൻ്റെയോ അല്ലെങ്കിൽ BJP-യുടെയോ ഈ സൈബർ അണികളേക്കാൾ കോൺഗ്രസിനുണ്ടായിരുന്ന, കോൺഗ്രസിന് പ്രശ്നങ്ങളില്ല എന്നല്ല, താരതമ്യേന അവർ സഹിഷ്ണുക്കളാണ്. അങ്ങനെ പോയിട്ട് തെറി വിളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കുറവാണ്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിന് ശേഷം ഈ സൈബർ അണികളിൽ വരുന്നൊരു മാറ്റത്തിൻ്റെ സൂചനയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും അവരുടെ തന്നെ വനിതാ നേതാക്കൾ അവർ തെറി വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് പാർട്ടിക്കകത്തെ, കോൺഗ്രസിനകത്തെ ഏതോ ഒരു 2 അഭിപ്രായം അല്ലെങ്കിൽ 15 അഭിപ്രായം ഒന്നും എനിക്ക് അഭിപ്രായമില്ല. ഇത് രാഹുൽ മാങ്കൂട്ടം തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അതിൽ എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും ഇല്ല. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ എന്താ ചെയ്യുക? ഇപ്പോൾ ഇങ്ങനൊരു വിവാദം ഉണ്ടായി, കോൺഗ്രസ്സുകാർ വന്നിട്ട് അഭിപ്രായം പറയില്ല, അവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. ബഹുഭൂരിഭാഗം കോൺഗ്രസ്സുകാരും സോഷ്യൽ മീഡിയയിൽ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. ശബ്ദിക്കുന്നവരാരാണ്? ഈ സ്ത്രീകളായുള്ള വനിതാ നേതാക്കൾ മാത്രമാണ് ശബ്ദിക്കുന്നത്. പുരുഷന്മാരായ ആളുകളൊക്കെ പരമാവധി മിണ്ടാതിരിക്കണം, 1-2 പോസ്റ്റ് ഇട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാവരും എന്താണ് അവരാണ് ഭൂരിഭാഗം കോൺഗ്രസ്സുകാരും നമ്മൾ വിചാരിക്കേണ്ട. ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ വിഭാഗമാണ്. ആ ശബ്ദമാണ് പുറത്ത് കേൾക്കുന്നത്. അതിനെ എക്കോ ചേമ്പറായിട്ട് ന്യൂസ് ചാനലുകൾ മാറുകയാണ്. മനസ്സിലാവുണ്ടോ? അതായത് ബഹുഭൂരിഭാഗം കോൺഗ്രസ്സുകാരും ഈ വിഷയത്തിൽ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന അങ്ങനെയില്ല. അവിടെ ശബ്ദിക്കുന്നത് ഒരു ഗ്യാങ്ങാണ്. ആ ഗ്യാങ് ഗുണ്ടകളെ പോലെ പെരുമാറുന്നു. ആ ഗുണ്ടകൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് ഇപ്പോൾ രാജിവെച്ച് പുറത്ത് നിൽക്കുന്നത്. അതായത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കുറച്ചാളുകൾ, വളരെ കുറച്ചാളുകൾ ഉണ്ടാക്കുന്ന ബഹളമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്നറിയില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല, എന്താ താരാട്ടോ ജോ അലക്സ്, അവരൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ അടിയിൽ ഡോക്ടർ പ്രേംകുമാർ, അദ്ദേഹം ഇപ്പോൾ ഇടത് സഹയാത്രികനാണല്ലോ, അദ്ദേഹം വന്നിട്ട് എന്തോ കമൻറ്റ് ചെയ്തു, കൊള്ളാം, നല്ല നിലപാടാണ് എന്ന് പറഞ്ഞിട്ട്. അത് സ്വാഭാവികമായിട്ടും അക്രോസ് ദ പാർട്ടി എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ കോൺഗ്രസ് അവർ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. CPM-ൽ നിന്ന് ഒരാൾ നിലപാട് പറഞ്ഞാൽ ഈ നിലപാട് കൊള്ളാം,
അതൊരു ജനാധിപത്യ ബോധമല്ലേ? ഇവർ തമ്മിൽ രഹസ്യ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ടാര ടോജോ, ഇവരെന്തോ ഡിജിറ്റൽ മീഡിയ സെല്ലിന് എന്തോ ആളാണെന്ന് തോന്നുന്നു, ആ രഹസ്യങ്ങൾ പ്രേംകുമാർ ചോർത്തി കൊടുക്കുന്നത് ഇവരാണ്. അങ്ങനെയൊക്കെയാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, യഥാർത്ഥ കോൺഗ്രസ് അംഗങ്ങളാണെന്ന് അങ്ങനെ പറയില്ല. ഇവർ വാട്സപ്പിൽ നിന്ന് ചോർത്തി കൊടുക്കുകയാണെന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ ഇതൊരു ഗുണ്ടാ സംഘമാണ്, ഇവർ സൈബർ ഗുണ്ടാ സംഘമാണ്. ഇതൊരിക്കലും കോൺഗ്രസിൻ്റെ സംസ്കാരമോ അല്ല, അവരുടെ ശീലമോ അല്ല, അവരങ്ങനെയേ അല്ല. ഇനി അങ്ങനെയുള്ള ആളുകൾ ആ പാർട്ടിക്കകത്ത് ഉണ്ട് എന്നുള്ള ബോധം ഇനി കോൺഗ്രസ്സിന് വേണം. ഇതുവരെ നിങ്ങൾ കണ്ട് ശീലിച്ചിട്ടുള്ള നിങ്ങളുടെ അണികളല്ലാതെ ഇങ്ങനെയുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. അത് ഒരിക്കലും കോൺഗ്രസ്സിന് ഗുണം ചെയ്യില്ല. മറ്റ് പാർട്ടികൾക്ക് പല രീതിയിൽ ഗുണം ചെയ്യുമായിരിക്കും. BJPക്കോ CPMനോ അത്തരം കടന്നൽ കൂട്ടങ്ങൾ ഗുണം ചെയ്യുമായിരിക്കും. പക്ഷേ കോൺഗ്രസ് ഒരിക്കലും ഗുണം ചെയ്യില്ല. കാരണം കോൺഗ്രസ്സിന് ആൾ വോട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ള മോബിൻ്റെ ശക്തി കണ്ടിട്ടല്ല. അവരുടെ സാധാരണക്കാരായ പ്രവർത്തകർ താഴെത്തട്ടിലിറങ്ങി റേഷൻ കാർഡിൽ പേര് ചേർക്കാനും വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കാനും ആളുകളുടെ കാര്യത്തിന് വേണ്ടി ഓടിപ്പഞ്ഞാണ് ആളുകളെ കണ്ടിട്ടാണ് ഈ കോൺഗ്രസ്സിന് ആൾ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ കോൺഗ്രസിൻ്റെ ഐഡിയോളജി കണ്ടിട്ടോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഫാഷിസ്റ്റ് വിരുദ്ധത കണ്ടിട്ടോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉന്നതമായ ജനാധിപത്യ ബോധം കണ്ടിട്ടോ ഒന്നുമല്ല. അവരുടെ വളരെ ലളിത ജീവിതം നയിക്കുന്ന ലളിത മനസ്കരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ കണ്ടു വോട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഉള്ള നേതാക്കന്മാരിൽ ആകർഷമായ ആളുകൾ വോട്ട് ചെയ്യുന്നതാണ്. ആ വ്യക്തിത്വത്തിനാണ്, അവർ പുലർത്തുന്ന വ്യക്തിത്വത്തിനും ജനാധിപത്യ ബോധത്തിനും സഹിഷ്ണുതയ്ക്കുമാണ് ആൾ വോട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഈ സൈസുള്ള മസിൽ പവറോ അല്ലെങ്കിൽ ഈ സൈസുള്ള കടന്നാക്രമണമോ കൊണ്ട് ആൾ വോട്ട് ചെയ്യുന്നതല്ല എന്ന് ആ പാർട്ടി തിരിച്ചറിയണം. കാരണം ഇത്തരം ആളുകൾ അവർക്കിടയിൽ ഉണ്ട് എന്ന് ആ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയേണ്ട അവസാന ഘട്ടമാണിത്.